ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഈ വേനൽക്കാലത്തും അതുപോലെ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. തണ്ണിമത്തൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൂപ്പർ ഡ്രിങ്കാണ്. അപ്പോൾ നേരെ തന്നെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഇതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു പകുതി കഷ്ണം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ചെറിയ തണ്ണിമത്തനാണ്, അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ശരിക്ക് പഴുത്തിട്ടില്ല, നന്നായിട്ട് പഴുത്തത് എടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ല പഴുത്തതാണെങ്കിൽ നമുക്ക് മധുരം അധികം ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇവിടെ ഇത് പഴുപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടുതൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ, അതായത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ ഈ തണ്ണിമത്തൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോഴാണ് ഇത് നല്ല തണുപ്പിലാണ് കേട്ടോ ഈ ഡ്രിങ്ക് നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട്, ഞാൻ സാധാരണ ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ്, എന്നിട്ട് പിന്നീട് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇടയിൽ. കാരണം നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ബെൽ ബട്ടണും കൂടെ അമർത്തണം, എങ്കിൽ മാത്രമേ നമ്മൾ വീണ്ടും വീഡിയോ ഇടുമ്പോൾ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഐസ് നമ്മളുടെ തണുപ്പ് എത്രത്തോളം വേണം എന്നതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതിനൊന്നും ഞാൻ പ്രത്യേകിച്ചൊരു കണക്കൊന്നും പറയുന്നില്ല, അങ്ങനെ പ്രത്യേകിച്ചൊരു മെഷർമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മധുരവും തണുപ്പൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ്, അതുകൊണ്ടാണ് കണക്ക് പറയാത്തത്. പിന്നെ നമ്മുടെ പാൽ, ഇത് ഫ്രിഡ്ജിൽ വെച്ച് എല്ലാം തണുത്തത് ഉപയോഗിക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാൽ തന്നെയാണ് ഇത് അരച്ചെടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് അധികം അങ്ങ് പേസ്റ്റായിട്ട് അരയണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിൽ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസ് ആഡ് ചെയ്യണം. ഇത് ഞാൻ 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത കസ്കസാണ്, ഇതുകൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അരച്ചെടുത്തത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ. തണ്ണിമത്തൻ വെറുതെ കഴിക്കുന്നതിനെക്കാട്ടിയും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.